ഓക്കെ, ആദ്യം നമ്മൾ ക്യാൻവ വെബ്സൈറ്റ് പോകണം. ജസ്റ്റ് ഗൂഗിൾ സെർച്ച് നോക്കിയാൽ കിട്ടും, അല്ലെങ്കിൽ ജസ്റ്റ് ടൈപ്പ് canva.com. ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, ഇതിൽ 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് ക്യാൻവ ബേസിക്, വിച്ച് ഈസ് ഫ്രീ ഓഫ് ചാർജ്. ഒന്ന് ക്യാൻവ പ്രോ, അതിനൊരു $9.95 per month റേറ്റ് ചാർജ് ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ക്യാൻവ പ്രോയിൽ നമുക്ക് കുറച്ച് ഫോൺസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും, ഇതിനകത്തുള്ള എല്ലാ ഇമേജസും വാട്ടർമാർക്ക് ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് അതിൻ്റെ കാര്യമില്ല, ബേസിക് മതിയാവും. ബിക്കോസ് നമ്മൾ വീഡിയോയുടെ തമ്മിൽ ചെയ്യുന്ന മിക്കപ്പോഴും നമ്മുടെ ഇമേജസ് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ക്യാൻവ ബേസിക് മതി. അപ്പോൾ ഫസ്റ്റ് ടൈം യൂസേഴ്സ് ആണെങ്കിൽ സൈൻ അപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ലോഗിൻ ചെയ്യുക. ഇതാണ് ക്യാൻവയുടെ ഇൻ്റർഫേസ്. അപ്പോൾ ഇത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരുപാട് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. ഇതിപ്പം യൂട്യൂബ് ചാനൽ ആയിട്ടുണ്ട്, യൂട്യൂബ് തംബ്നെയിൽ, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, റെസ്യൂമേ, വീഡിയോയും പ്രസൻറ്റേഷൻസ് എല്ലാം ക്യാൻവയിൽ തന്നെ ചെയ്യാം. നമ്മളിപ്പോൾ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ടൈപ്പ് യൂട്യൂബ്. ഇപ്പോൾ കണ്ടോ, യൂട്യൂബിൻ്റെ ചാനൽ ആഡ്, ഡിസ്പ്ലേ ആഡ് എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് തംബ്നെയിലേക്ക് ഡയറക്റ്റ് പോകാം. അതിൽ പോയി കഴിയുമ്പോൾ വേറൊരു പേജ് ഓപ്പൺ ആവും. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കുറേ ക്യാൻവ സജസ്റ്റ് ചെയ്യുന്ന തംബ്നെയിൽസും അതിൻ്റെ ടെംപ്ലേറ്റും കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഹോവർ ചെയ്യുമ്പോൾ കാണാം, കണ്ടോ, ഇത് ഫ്രീ ആണെന്നുള്ളത്. അതായത് ഇതിനകത്തുള്ള എലമെൻറ്റ്സ് എല്ലാം നമുക്ക് വാട്ടർമാർക്ക് ഇല്ലാതെയോ പേ ചെയ്യാതെയോ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ട്രാവലോഗിൻ്റെ ഒരു തംബ്നെയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എനിക്കിഷ്ടമുള്ളത്, ഇപ്പം ഫുഡിൻ്റെ അടിയിലുള്ള തംബ്നെയിൽസ് നിങ്ങൾ ഫുഡിന് മാത്രം യൂസ് ചെയ്യണമെന്നല്ല. ബിക്കോസ് നമ്മൾ ഈ ഇമേജസ് എല്ലാം നമ്മുടെ ഇമേജായിട്ട് റീപ്ലേസ് ചെയ്യും. ഇത് ജസ്റ്റ് ഒരു ടെംപ്ലേറ്റ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എന്താ പറയുക, ട്രാവലിൻ്റെ തംബ്നെയിൽ ഉണ്ടാക്കുന്നതെന്ന് വെച്ചോ. ഞാനിത് നോക്കും, കണ്ടോ, ഇതെല്ലാം ഫ്രീ ആണ്. ഇത് വീഡിയോ ആണ്, നമുക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ടുള്ളത് ഈ ഒരു ടെംപ്ലേറ്റാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചോ. അപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി. ഓക്കെ, ഇങ്ങനത്തെ ഒരു ഇമേജിനാണെങ്കിൽ ഇങ്ങനെ ഒരു നാൾക്കൊരു ടെക്സ്റ്റ് കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ എനിക്ക് എൻ്റെ ഈ ട്രീ കാണുന്ന ഇമേജിന് വരെ എനിക്ക് എൻ്റെ ഇമേജ് അപ്ലോഡ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് ഞാൻ ചെയ്യാൻ പോകുന്നത്, അപ്ലോഡ്സിൽ പോവുക, ക്ലിക്ക് ഓൺ അപ്ലോഡ് ആൻ ഇമേജ് ഓർ വീഡിയോ. എന്നിട്ട് എനിക്ക് വേണ്ട ഇമേജ് ഏതാണെന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ ഇമേജാണ് വേണ്ടതെന്ന് വെച്ചോ, ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്ലോഡ് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് കാണാം. ഇനി എനിക്കിപ്പോൾ യൂസ് ചെയ്യേണ്ട ഇമേജ് കണ്ടോ, ഞാനിതെല്ലാം അപ്ലോഡ് ചെയ്ത് വെച്ചേക്കുന്ന ഇമേജസാണ്. എനിക്കിപ്പോൾ ഈ ഒരു ഇമേജ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചോ, ജസ്റ്റ് ക്ലിക്ക് ഓൺ ഇറ്റ്. ഇപ്പോൾ സ്ക്രീനിൽ വരും. എന്നിട്ട് അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റീപ്ലേസ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റീപ്ലേസ് ആയി. ഇപ്പോൾ എനിക്കിതിൻ്റെ അലൈൻമെൻറ്റ് ഒന്ന് മാറ്റണമെങ്കിൽ ഈ ഇമേജിൽ ഡബിൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് കണ്ടോ, വിൻഡോ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ക്ലിക്ക് ഓൺ ഡൺ. ഇനി എനിക്കിതിനൊരു ഫിൽറ്റർ വേണമെങ്കിൽ, ഒരുപാട് ഫിൽറ്റേഴ്സ് ഉണ്ട്. ഇപ്പം എനിക്കെൻ്റെ ഇൻറ്റൻസിറ്റി മാറ്റിയിട്ട് ആവശ്യമുള്ള ഇൻറ്റൻസിറ്റിയിൽ വയ്ക്കാം. ഓക്കെ, ഇനി എനിക്കിതിൻ്റെ ടെക്സ്റ്റ് മാറ്റണമെന്ന് വെച്ചോ. ഇത് നമ്മൾ ഗ്രീസിൽ പോയപ്പോൾ എടുത്തൊരു പിക്ചർ. അപ്പം മേ ബി ഐ ട്രൈ ടു പുട്ട് എ റാൻഡം ടൈറ്റിൽ ലൈക്ക് ദ കളേഴ്സ് ഓഫ് Athens, കളേഴ്സ് ഓഫ് ഗ്രീസ്. എനിക്ക് താഴത്തെ ടെക്സ്റ്റ് വേണ്ട, അപ്പോൾ സെലക്ട് ചെയ്യുക, ഡിലീറ്റ്. ഈ ബോക്സ് അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് ടെക്സ്റ്റ് എങ്ങനെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. ഇപ്പോൾ എനിക്ക് ഇതല്ല, കുറച്ചുകൂടെ ഒരു ബോൾഡ് ഫോണ്ടാണ് വേണ്ടെങ്കിൽ കണ്ടോ, ഇവിടെയാണ് ഫോണ്ട് മാറ്റുന്നത്. അവിടെ പോയി സെർച്ച് ബാറിൽ ഞാൻ ജസ്റ്റ് ബോൾഡ് എന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ ക്യാൻവ സജസ്റ്റ് ചെയ്യുന്ന തിക്ക് അല്ലെങ്കിൽ ഹെവി ഫോൺസ്. ഇതെല്ലാം ബോൾഡായിട്ടുള്ള ഫോൺസാണ്. അത് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. പിന്നെ ഈ ഒരു ക്രൗണ്ട് ഇമേജ് ഉണ്ടോ, ഇതെന്ന് പറഞ്ഞാൽ പ്രോയുടെ ഫോൺസാണ്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരൊന്നീ കാക്കഴക്കാട് ആഡ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ പേ ചെയ്യാൻ പറയും. നമുക്കതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട്, ബിക്കോസ് ഒരുപാട് ഫോൺസ് ഉണ്ട്, ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യുക.
ഓക്കെ, ഞാനിപ്പോൾ അത് ചൂസ് ചെയ്യുന്നത് വെച്ചോ. എനിക്കിതിൻ്റെ സൈസ് മാറണമെങ്കിൽ ഇവിടെ ഡ്രോപ്പ് ഡൗൺ ചെയ്യുക, സൈസ് മാറ്റിയാൽ മതി. ഡ്രോപ്പ് ഡൗൺ ചെയ്യുക, സൈസ് മാറ്റുക, ഫോണ്ട് മാറ്റി. ഓക്കെ, ഫോൺ സൈസ് മാറ്റാനായിട്ട് ഒന്നുകിൽ ഇവിടെ സൈസ് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് മാറ്റുക, അല്ലെങ്കിൽ അതിൻ്റെ ബോക്സിൻ്റെ കോർണേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്താലും മതി. വേർഡിലൊക്കെ നമ്മൾ പണ്ട് യൂസ് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെയൊക്കെ ഉള്ളൂ. ഇനി എനിക്കിതൊന്ന് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് പ്ലേസ് ചെയ്യുക, യെല്ലോ താഴെ ഫ്രണ്ടിൽ എവിടെയാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ യൂസ് ദിസ് പൊസിഷൻ ടാബ്, സെൻറ്റർ, മിഡിൽ, ബോട്ടം, റൈറ്റ്, എവിടെയാണെന്ന് വെച്ചാൽ പ്ലേസ് ചെയ്യും. ഓക്കെ, ഞാനത് നോക്കി പ്ലേസ് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് അതായത് PNG അല്ലെങ്കിൽ JPEG. PNG ഫോം ഡൗൺലോഡ് ചെയ്യുക. സേവ് ആകുമ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഇത്ര സിമ്പിളാണ് നമുക്ക് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റിൽ നമ്മുടെ ഇമേജ് റീപ്ലേസ് ചെയ്യാനായിട്ട്. ഇനി ക്യാൻവയുടെ ആപ്പ് വെച്ച് നമുക്ക് ചെയ്യാം. അത് വേണമെങ്കിൽ ഞാൻ വേറൊരു ട്യൂട്ടോറിയലായിട്ട് ഇടാം. പിന്നെ എങ്ങനെയാണ് കസ്റ്റം ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ഇനി ഫ്യൂച്ചർ ട്യൂട്ടോറിയൽസ് കാണിച്ചു തരാം. സോ if you have any doubts or comments, please comment below. And as always, please like, subscribe and share. Thank you. Bye.